നമസ്കാരം സുഹൃത്തുക്കളെ. ബ്രസീൽ ഹെയ്ത്തി മത്സരം നേരം വൈകിയെന്ന് എനിക്കറിയാം. നിങ്ങളിതിനു മുമ്പ് കുറേ റിയാക്ഷൻ വീഡിയോകളും അല്ലെങ്കിൽ ഇതിൻ്റേതായ വിശകലനങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എൻ്റേതായ ഒരു വേർഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബ്രസീൽ ഹെയ്ത്തി മത്സരം ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഒരു ബ്രസീലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ബ്രസീലിൻ്റെ കളി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. പറയാൻ കാരണം, ആദ്യ മത്സരത്തിൽ മൊറോക്കോനായിട്ട് 1-1 സമനില കൊണ്ട് രക്ഷപ്പെട്ട ഒരു ടീമാണ് ബ്രസീൽ എന്ന് ഞാൻ പറയുള്ളൂ. രക്ഷപ്പെട്ട ടീം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കളി കംപ്ലീറ്റ്ലി ഡിസേർവ് ചെയ്യുന്നത് മൊറോക്കോയായിരുന്നു. പക്ഷേ വിനീഷ്യസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ഗോളിൻ്റെ പിൻബലത്തിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുള്ളൂ. ആദ്യ പകുതിയൊക്കെ കംപ്ലീറ്റ്ലി പോക്കാൻ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ റിസൾട്ട് കണ്ടിട്ടാണ് ഹെയ്ത്തി ആയിട്ട് വരുന്നത്. ഹെയ്ത്തി 85ാം സ്ഥാനത്ത് കിടക്കുന്ന, ഫിഫ റാങ്കിൽ 85ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 5 ഗോളോ അല്ലെങ്കിൽ 6 ഗോളോ അടിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിപരീതമായി ഹാഫ് ടൈമിൽ 3 ഗോൾ അടിച്ചു. ഹാഫ് ടൈം മോശമില്ലാത്ത കളി ബ്രസീൽ കളിച്ചു എന്ന് ഞാൻ പറയും. മധ്യനിര കൊണ്ടു ഉണരണം, ഡിഫൻസ് സൂപ്പറാവണം, മുന്നേറ്റം അടിപൊളിയാവണം. കാരണം ടീം ഹെയ്ത്തിയാണ്, മറ്റുള്ള ടീമുകളല്ല. അത് കാരണം കൊണ്ട് മച്ച് മോർ ഗുഡ് പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു. ആദ്യ പകുതിയിൽ അതുപോലത്തെ പെർഫോമൻസ് കണ്ടു. മാറ്റങ്ങളായിട്ടാണ്, കഴിഞ്ഞ കളിയിൽ നിന്ന് മാറ്റങ്ങളായിട്ടാണ് ഏതായാലും ഡോൺ കാർലോ ടീമിനിറക്കിയത്. മത്യാസ് കുൻഹ ആദ്യ 11 വന്നു. കഴിഞ്ഞ കളി മത്യാസ് കുൻഹ സബ്ബായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഫലം കണ്ടു. മത്യാസ് കുൻഹയാണ് 2 ഗോൾ നേടിയത്. പക്ഷേ ആദ്യ പകുതിയിൽ കണ്ട ആവേശം രണ്ടാം പകുതിയിൽ കണ്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്ത്തി പ്ലേയേഴ്സ് ആദ്യ പകുതിയൊക്കെ നന്നായി കളിച്ചു എന്ന് ഞാൻ പറയുള്ളൂ. ബ്രസീലിന് ഗോൾ അടിക്കായിരുന്നു. ഗോള് എൻട്രിക്കൊന്ന് വലയിൽ എത്തിച്ചു, പക്ഷേ ഓഫ് സൈഡായിരുന്നു. ഈ കളി ബ്രസീൽ 3-0 ജയിച്ചു. സന്തോഷമുണ്ട്. വിലപ്പെട്ട 3 പോയിന്റ് നേടി. 4 പോയിന്റോട് കൂടി ബ്രസീലാണിപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗ്രൂപ്പിൽ. 2ാം സ്ഥാനത്ത് മൊറോക്കയാണ്. മൊറോക്ക 1-0 സ്കോട്ട്ലൻഡ് തോപ്പിച്ചു. ഗോൾ ഡിഫറൻസിൽ എന്തായാലും ബ്രസീലായിരിക്കും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സന്തോഷമുണ്ട്. പക്ഷേ ഹെയ്ത്തിയോട് പോലും 3-0 ജയിക്കാൻ സാധിച്ചുള്ളൂ എന്നിരിക്കെ ഇനി വരുന്ന മത്സരങ്ങൾ ബ്രസീൽ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സ്കോട്ട്ലൻഡായിട്ടാണ് മത്സരം. അത് ഹെയ്ത്തി പോലെയല്ല, കുറച്ചും കൂടി കടുപ്പുണ്ടായിരിക്കും. അതെങ്ങനെ ബ്രസീൽ സമീപിക്കുന്നു അറിയണം. പിന്നെ ഇത് കഴിഞ്ഞ റൗണ്ട് ഓഫ് 32-ൽ ഈ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവണമെങ്കിൽ ഒന്നെങ്കിൽ ജപ്പാനായിരിക്കും, അല്ലെങ്കിൽ നെതർലൻഡ് ആയിരിക്കും. നെതർലൻഡ് ഓൾറെഡി 5-1 സ്വീഡൻ തോപ്പിച്ച കാരണം കൊണ്ട് മിക്കവാറും നെതർലൻഡ് ആ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരാവും. അപ്പോൾ മിക്കവാറും നേരിടേണ്ടി വരിക സാമുറായികളായിരിക്കും. ജപ്പാൻ പോരാട്ട വീര്യത്തിൻ്റെ പര്യായമാണ് ജപ്പാൻ്റെ അടുത്ത് ഇമാതിരി കളി കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് കാരണം കൊണ്ട് ബ്രസീൽ 3-0 ജയിച്ചു. സന്തോഷമുണ്ട്. പക്ഷേ ഈ സന്തോഷം ഒരു അതിരുവിട്ട സന്തോഷമായിട്ട് ആഘോഷിക്കാനൊന്നും എനിക്കാവില്ല. കാരണം എതിർ ടീം ഹെയ്ത്തിയാണ്. മിനിമം ഒരു 5-6 ഗോളിൻ്റെ വെച്ച് ഞാൻ പിന്നെ ഒരു ആശ്വസിച്ചിരുന്നു. പക്ഷേ ഇത് 3 ഗോളിൽ ഒതുങ്ങിയ കാരണം ആശ്വാസമല്ല. കാരണം ആദ്യ പകുതിയിൽ ആവേശം രണ്ടാം പകുതിയിൽ കണ്ടില്ല. ബോൾ പൊസിഷനൊക്കെ മിക്കവാറും ബ്രസീലായിരിക്കും. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്ര പെർഫോമൻസ് ബ്രസീലിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യ പകുതിയിൽ ഒരു മിന്നലാട്ടം 3 ഗോൾ അടിച്ചു. പക്ഷേ ഇതല്ലല്ലോ ബ്രസീൽ. നമ്മൾ ബ്രസീലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ബ്രസീൽ ഇങ്ങനെയല്ല. അതിൻ്റെ ഒരു മിന്നലാട്ടം നമ്മൾ ആദ്യ പകുതിയിൽ കണ്ടു, 3 ഗോൾ അടിച്ചു. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു പ്രതീക്ഷ സെക്കൻഡ് ഹാഫിൽ എനിക്കുണ്ടായിരുന്നു. ഒരു 2-3 അടിച്ച് ഒന്നും കൂടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അത് കണ്ടില്ല. അതിൽ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. അതെന്തായാലും എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് പറഞ്ഞേ പറ്റൂ. ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ദഹിക്കില്ല. ഞാനും ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇമാതിരി കളി കളിക്കണമെങ്കിൽ അടുത്ത കളി സ്കോട്ട്ലൻഡായിട്ട് എങ്ങനെ കളിക്കുന്നു നമ്മൾ നോക്കണം. ജയിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ട് ഓഫ് 32, പിന്നെ 16-8 അങ്ങനെയൊക്കെ പോണേ. അപ്പോൾ അവിടെ ഇവർ റൗണ്ട് ഓഫ് 82-ൽ ജപ്പാനോ അല്ലെങ്കിൽ നെതർലാൻഡ് നേരിടുമ്പോൾ ഈ കളി കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അവിടെ തന്നെ മിക്കവാറും ബ്രസീലിൻ്റെ ഈ 2026 കിരീട പ്രതീക്ഷകളൊക്കെ അസ്തമിക്കും. അത് കാരണം കൊണ്ട് ആദ്യത്തെ കളി അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ ഗുണം കണ്ടു. അപ്പോൾ ഈ കളിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത കളിയിലും അങ്ങനെ ഓരോ കളി ബെറ്ററാക്കി പോകണം. മികച്ച കളി പ്രതീക്ഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്രസീൽ, അർജൻറ്റീന, പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ ജർമ്മനി തുടങ്ങിയ ടീമുകളിൽ നിന്ന് അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ കാണികൾ ഒരു മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹെയ്ത്തിൽ നിന്ന് ഞാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല. പക്ഷേ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്.